പ്രാർത്ഥനയിലാണ് പൈശാചിക തലങ്ങൾ വിറയ്ക്കുന്നത്. പ്രാർത്ഥനയിലാണ് ഇരുട്ടിന്റെ ശക്തികൾ മാറുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ, ഭവനത്തിൽ ആരാധനയില്ലെങ്കിൽ ഭവനം വളരെ അസ്വസ്ഥതയിലേക്ക് പോകും. നമ്മുടെ ചർച്ചിൽ ആരാധനയില്ലെങ്കിൽ, ചർച്ചിൽ ഉപവാസമില്ലെങ്കിൽ, ചർച്ചിൽ പ്രാർത്ഥനയില്ലെങ്കിൽ ഒരു വല്ലാതെ അവസ്ഥയിലേക്ക് പോകും. കാരണം എന്താണെന്നറിയാമോ? ഈ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പൗലോസ് പോകുമ്പോൾ പൗലോസിനെ തടയാൻ പല പല പദ്ധതികൾ തയ്യാറുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ആ പുഴവക്കത്തിരിക്കുന്ന സ്ത്രീയിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ താൻ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നപ്പോൾ ആ ദേശം തുടങ്ങി വാഴുന്ന അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും പൗലോസിനെ ഇല്ലാതാക്കണം, ശീലാസിനെ ഇല്ലാതാക്കണം. കോലുകൊണ്ടടിച്ച് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അകത്തെ തടവിലിട്ട് പൂട്ടി പ്രാർത്ഥിക്കുന്നവനെ സാത്താൻ അകത്തെ തടവിലിട്ട് എന്തുകൊണ്ടറിയാമോ? പ്രാർത്ഥിക്കുന്ന ആ പൗലോസിനെയും ശീലാസിനെയും സാത്താൻ അകത്തെ തടവിലിട്ട് പൂട്ടി. എന്താണെന്നറിയാമോ? നിന്റെ പ്രാർത്ഥന ഉയരരുത്, സഭയിൽ നിന്റെ പ്രാർത്ഥന ഉയരരുത്, ഭവനത്തിൽ നിന്റെ പ്രാർത്ഥന ഉയരരുത്, ദേശത്ത് നിന്റെ പ്രാർത്ഥന ഉയരരുത്. നീ ഒരു ഒറ്റയാള് പ്രാർത്ഥിച്ചാൽ, നീ രണ്ടുപേര് പ്രാർത്ഥിച്ചാൽ ഈ ദേശത്തെ അടക്കി വാഴുന്ന പൈശാചിക തലങ്ങൾ അലറിമാറും. പൈശാചിക തലങ്ങൾ അലറിമാറിയാൽ ദേശം രക്ഷിക്കപ്പെടും, ദൈവകൃപയിലേക്ക് വരും, അത്ഭുതങ്ങൾ സംഭവിക്കണം. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കി തന്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി കോൽ കൊണ്ടടിച്ച് അകത്തെ കടവിലിട്ട് പൂട്ടി. പ്രാർത്ഥന നിർത്തരുത്. കഷ്ടത വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ പ്രാർത്ഥന നിർത്തരുത്, ആരാധന നിർത്തരുത്, ഹല്ലേലൂയ നിർത്തരുത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മളെ അറിയാവുന്നവർക്ക് ഇരടികളെ ചേർന്ന് പാടി ദൈവത്തെ ബന്ധപ്പെടുത്താം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്.
Oh,
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ കല്ലറയിൽ ഒതുങ്ങിയ ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്, മറിച്ച് അവിടെ നല്ല ഉയർത്തെഴുന്നേറ്റ് നമ്മളൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്താ വാഗ്ദത്തം? നമ്മുടെ കൂടെ സ്ഥിരമായിരിക്കുന്ന. എന്തൊരു വാഗ്ദത്തം അല്ലേ! ഒരു മാതാവോ പിതാവോ സഹോദരങ്ങളോ നമ്മോട് കൂടെ സകല കാര്യത്തിനും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ സകലത്തിന്റെയും സൃഷ്ടിതാവായിരിക്കുന്ന ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ട യേശു, സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ട, എവിടെ ആയിരിക്കണം, എന്തായിരിക്കണം, നീ എന്തായിരിക്കണമെന്ന് സാഗരതം സ്വരുക്കൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചാക്കി നമ്മളെ പറഞ്ഞയച്ച ആ യേശു നമുക്ക് ഇന്നലെയും ഇന്നും ഉള്ള കാര്യം അറിയാം. അടുത്ത നിമിഷം എന്താണെന്ന് അറിയില്ല. അടുത്ത നിമിഷവും അറിയുന്ന യേശുവിനെയാണ് നമ്മൾ ഇന്ന് പകൽക്കാലം സേവിക്കുന്നത്. ആ യേശുവാണ് നമ്മുടെ കൂടെ ഉള്ളത്, കാര്യസ്ഥനായി എന്നേക്കും സ്ഥിരമായി. എന്നോട് കേട്ട പിതാവിന്റെ വാക്യത്തിന് വേണ്ടി ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരത്തില്ലെന്ന്. പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശു പറയുക, 2-3 പേർ യേശുവിനാണോ കൂടി വരുന്നത്, അവരുടെ മധ്യത്തിൽ ഞാൻ വരാട്ടോ. എന്തൊരു വാഗ്ദത്തമാണ്! ഒരു വാഗ്ദത്തം ചെയ്തവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദുഃഖവെള്ളിയായിരുന്നു. ആർക്കാ ദുഃഖവെള്ളി? സാത്താന് ദുഃഖവെള്ളിയായിരുന്നു. ദൈവമക്കൾക്കോ ഗുഡ് ഫ്രൈഡേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സാത്താന് ദുഃഖവെള്ളി, ദൈവമക്കൾക്ക് ഗുഡ് ഫ്രൈഡേ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ സന്തോഷത്തോടെ, ആ സമാധാനത്തോടെ, സ്നേഹത്തോടെ ഇന്ന് പകൽക്കാലം ആ മഹാദൈവത്തെ ആരാധിപ്പാൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി, ഞാൻ നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ, ഒന്നും കുഴപ്പമില്ല. വേന അങ്ങനെയൊക്കെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. മുമ്പോട്ട് പോട്ടെ. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു, അതാണ് ഒരു അത്ഭുതം. ദൈവത്തെ ആരാധിക്കേണ്ട അത്ഭുതം അതാണ്. ഹല്ലേലൂയ. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന് ജീവനെ കൊടുക്കുകയില്ല. എന്നാൽ പാപികളായ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചിന്തി, അല്ലേ? കൈക്ക് നീര് സ്പോഞ്ചിൽ മുക്കി കൊടുത്തു, ലായനി കലക്കി കൊടുത്തു. കാരണം ദയാവതവ വേദന അനുഭവിക്കാതെ മരിക്കാൻ വേണ്ടി ലായനികൾ കലക്കി കൊടുത്തിട്ട് അവൻ കുടിച്ചില്ല. നമ്മുടെ പാപം, രോഗം, ശാപമെല്ലാം അവൻ സകലം ഏറ്റെടുക്കുവായിരുന്നു, സകലം അനുഭവിക്കുക, ഒന്നും കുറവ് വരുത്തിയില്ല. സകലം നമ്മുടെ ശാപം, പാപം, ദുഃഖം, ദുരിതം, കഷ്ടതകൾ, രോഗങ്ങളെല്ലാം ആസ്വദിച്ച് ഏറ്റെടുക്കുകയാണ്. അതിലൊന്നും മായം ചേർത്തില്ല. ജാതികളായിരിക്കുന്ന പലരും ദുഃഖ വെള്ളിയാഴ്ച കൈപ്പിനീര് കുടിക്കുക. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ആ ദൈവത്തെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ 2-3 പേരുള്ളോ കുഴപ്പമില്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആരാധിക്കുവാനും ആ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാനും ലഭിക്കുന്ന സന്ദർഭങ്ങൾ എത്ര വലുതാ! അടങ്ങിയിരിക്കാൻ പറ്റുമോ? ആ തുള്ളിച്ചാടാതിരിക്കാൻ പറ്റുമോ? ആ ദൈവം ചെയ്ത സ്വാതന്ത്ര്യം ദോഷികളായ നമ്മെ അപ്പാപിതാവേ എന്ന് വിളിച്ചോ, പുത്രത്തിന്റെ അധികാരം അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുള്ളൂ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? ആരാധനയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ആരാധനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാത്താൻ പോലും ഭയന്ന് വിറയ്ക്കുന്നത് ആരാധന മധ്യത്തിലാണ്. എന്താണെന്നറിയാമോ?
യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി സാത്താൻ വന്നിട്ട് അവസാനത്തെ മൂന്നാമത്തെ ട്രിക്ക് പ്രയോഗിക്കുക. ഈ കാണുന്നതെല്ലാം എന്റെയാകട്ടോ, ഈ നന്മകളുണ്ടല്ലോ, ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ കാറുകളുണ്ടല്ലോ, ഈ ബംഗ്ലാവ് ഉണ്ടല്ലോ, ഈ ദേശമുണ്ടല്ലോ, ഈ ഏലത്തോട്ടം ഉണ്ടല്ലോ, ഈ കാപ്പിത്തോട്ടം ഉണ്ടല്ലോ, ഇതെല്ലാം എന്റേതാ. എന്നെ വീണ് നമസ്കരിക്കുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ നിനക്ക് തരാം. ഇതെല്ലാം നിനക്ക് തരാത് ഈശോ പറഞ്ഞത്. എന്റെ ദൈവത്തെ മാത്രമേ, എത്ര പേർക്ക് സന്തോഷമുണ്ട്, എന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്ന് വചനം പറയുന്നു. വചനത്തെ അനുസരിക്കുന്നവരാ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് സാത്താനെ കാണാതെ പോയി, പേടിച്ചു പോയി. ദൈവത്തെ ആരാധിക്കുന്ന എന്റെ അടുക്കൽ സാത്താൻ മരത്തിലെന്ന് വന്നാലും 1 സെക്കൻഡ് 2 സെക്കൻഡ് വിട്ടുപോകണം. ആ മഹാദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രസംഗാദിനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന്. പ്രസംഗാദിനമാണല്ലോ. പ്രസംഗാദിനത്തില് മോശയുടെ കാലഘട്ടത്തിൽ അടിമത്തത്തിൽ കിടന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേലിൽ മിസ്രൈമിൽ അനേക ഇസ്രായേലിയർ അടിമത്തത്തിൽ കിടക്കുന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഒരു വാഗ്ദത്തമാണ് അവരെ മിസ്രൈം അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടാക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 10 വായിക്കണ്ട, പുറപ്പാട് പുസ്തകം 12 21 മുതൽ 28 വരെ വായിച്ചാൽ അറിയാം. വീട്ടിൽ പോയി വായിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 21 മുതൽ 28 വാക്യം വായിച്ചാൽ തിരഞ്ഞെടുത്ത ആട്ടിൻകുട്ടിയെ ഓരോ കുടുംബത്തിന് വേണ്ടി അറുത്ത് അതിനെ ഭക്ഷിക്കുന്നത് എങ്ങനെയാ? പുറപ്പാട് ദിവസം 12:11 എഴുതിയിരിക്കുന്നു. ചെരിപ്പെട്ട് അരകെട്ടി കയ്യിൽ വടി പിടിച്ച് തിടുക്കത്തോടെ എന്ന് പറഞ്ഞ എന്താ? അവിടെ നിന്ന് അടിമത്തത്തിൽ നിന്ന്, മിസ്രൈമിൽ അടിമത്തത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്, നാടിന്റെ ജനത്തിലെ കഷ്ടത കണ്ടു എന്ന് ദൈവം അനുഭവിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു പാലും അനുഭവം. അങ്ങോട്ട് പോകാൻ തിടുക്കം എന്റെ ദൈവത്തിന് തിടുക്കമാണ്. നീ അടിമത്തത്തിൽ കിടക്കുന്ന എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലെന്ന് മനസ്സിലാകുന്നുണ്ടോ? നീ അടിമത്തത്തിൽ കിടക്കുന്ന എന്റെ ദൈവത്തിന് ഇഷ്ടമില്ല. അടിമത്തത്തിൽ നിന്ന് വിടുന്ന ദേശമുണ്ടല്ലോ, ആ ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തിടുക്കം നമ്മളെ വിടുവിക്കുവാൻ തിടുക്കം ദൈവത്തിനാ. നമ്മളെക്കാൾ വലിയ തിടുക്കം ദൈവത്തിനാ. അതുകൊണ്ട് പറയുക, അരകെട്ടി ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ചുകൊണ്ട് കഴിക്കണം. ഹല്ലേലൂയ. പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു. എവിടെ? മിസ്രൈമിലെ കട്ടലക്കാലിൽ കുറുമ്പടിമേലും ആ രക്തം പുരട്ടിയപ്പോൾ സംഹാരം കടന്നുവന്നില്ല. അങ്ങനെയെങ്കിൽ പുതിയ വിശ്വാസികളായിരിക്കാൻ നമുക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു തന്നെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, നമ്മുടെ ഓരോ കുടുംബത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട് മോശയുടെ കാലത്തോടെ കുടുംബത്തിന് വേണ്ടി ഒരാട് അറുക്കപ്പെട്ടത്. സകല മാനവരാശിക്ക് വേണ്ടി ക്രിസ്തുയേശു അറുക്കപ്പെട്ടു. അവസാനത്തുള്ളി രക്തവും ചിന്തി എന്റെ ദൈവമേ എന്നെ കൈവിട്ടു എന്ന് പറയത്തക്കവണ്ണം അതിദാരുണമായി മരണപ്പെട്ടു. ഹല്ലേലൂയ. മരണപ്പെട്ട യേശു ഇന്ന് ജീവിക്കുന്നു. അറിയാവുന്നവർക്ക് ഇരട്ടികളെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Yeah.
നമ്മുടെ അപ്പനായ ഒരു അപ്പനെ പോലെ അമ്മയെ പോലെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് നിർത്താൻ പറ്റത്തില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഒരപ്പനെ പോലെ ഒരമ്മയെ പോലെ കയ്യിൽ ആണിപ്പടുകൾ കാട്ടി മേഘാരുടനായി വാനിൽ വരുവാൻ കള്ളന്മാരുടെ നടുവിൽ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. കള്ളന്മാരുടെ നടുവിൽ ഏതെല്ലാം അപമാനങ്ങൾ സഹിക്കുവാൻ കഴിയുന്നു ആ അപമാനത്തിലൂടെ എല്ലാം കടന്നുപോയി. സമയം അതിന്റെ പെട്ടെന്ന് കൊണ്ടുപോയി. ഇപ്പോൾ നമ്മൾ സേവിക്കുന്ന ദൈവം കബറിലടങ്ങിയ ദൈവമല്ല, കല്ലറിൽ ഒതുക്കപ്പെട്ട ദൈവമല്ല, എവിടെയും ഒതുക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ അടച്ച ദൈവത്തെ അല്ല. ഓ ഹല്ലേലൂയ. അഗ്നിജാലകത്തെ കാണുന്നവൻ വാഗ്ദത്തമുള്ളവരെ കല്ലറിൽ ഒതുക്കാൻ കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവരെ ആദ്യം കല്ലറിൽ ഒതുക്കാൻ പറ്റത്തില്ല. നിങ്ങളോട് നിന്റെ കുടുംബത്തോട് വാഗ്ദത്തമുള്ളവരെ എവിടെ ഒതുക്കാൻ കഴിയത്തില്ല. പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമാകുമ്പോൾ പുറത്തു വരും, ദൈവത്തിന്റെ സമയമാകുമ്പോൾ പുറത്തു വരും. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ലോകമെന്നെ ഇഷ്ടപ്പെട്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ചു. ഹല്ലേലൂയ. ഉയർപ്പിന്റെ ദിവസം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മരണത്തിന്റെ ദിവസം ഉണ്ടായിരുന്നു. കയ്പ് നീരത് സ്വയം കുടിച്ചു. എന്നാൽ ഒരിക്കലായി മരിക്കുകയും ഒരിക്കലായി അടക്കപ്പെടുകയും ഒരിക്കലായി ഉയർത്തെഴുന്നേൽക്കുകയും യേശു ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ രക്ഷ, അതാണ് നമ്മുടെ സന്തോഷം. അല്ലെങ്കിൽ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ.